നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വീണ്ടും നീ എന്നെ വിട്ടിയാക്കിയല്ലേ? ഇതിവിടം കൊണ്ട് തീരില്ല. താമസിയാതെ രണ്ടിനെയും പൂട്ടി ഞാൻ. വാ. ദൈവമേ, കൃഷ്ണ. ഹലോ അശ്വതേച്ചി, രണ്ടുപേരും വീട്ടിലെത്തിയോ? ഇല്ല ശ്യാമേ, തക്ക സമയത്ത് ശ്യാമേനെ രക്ഷിച്ചു. വലിയൊരു ദുരന്തം ഒഴിവായി. ഇതിനൊക്കെ ശ്യാമയോട് എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. നന്ദി പറയേണ്ടത് എന്നോടല്ലേ ചേച്ചി, സാക്ഷാൽ കണ്ണനോടാ. കുറച്ചു മുമ്പ് ചേച്ചി ഇവിടെ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെട്ടേനെ. ഞാൻ പിന്നെ വിളിക്കാം. വസുന്ധരാമ എല്ലാവരും പുറപ്പെടാൻ വേണ്ടി തുടങ്ങുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശ്യാമേ. ശരി. വാ മോളെ. എന്റെ കൃഷ്ണ, നീ അശ്വതേച്ചി എന്നെ രക്ഷിച്ചത്. എന്നാലും ഇന്നും അവള് രക്ഷപ്പെട്ടു. വല്ലാത്ത കഷ്ടമായിപ്പോയി. ശ്യാമ മനഃപൂർവ്വം അവളെ എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചതാ. അത്ര തന്ത്രപരമായിട്ടാണ് ശ്യാമ ഇത് ചെയ്തതെങ്കിൽ അവൾക്ക് എന്തോ വലിയൊരു ലക്ഷ്യമുണ്ട്. എല്ലാത്തിനും ചരട് വലിക്കുന്നത് ശ്യാമയാണെന്ന് ഇപ്പറിന് ബോധ്യായില്ലേ? ഇക്കാര്യം അമ്മ പലതവണ പറഞ്ഞതാ. എല്ലാവരും അമ്മയെ ഒറ്റപ്പെടുത്തി. അമ്മ ഭയക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. അവളും ആ ശ്യാമയും ചേർന്ന് ആദിയേട്ടന്റെയും അമൃതേടത്തിയുടെയും ജീവിതം തകർക്കും. അതിനു മുമ്പേ ഈ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. ആദ്യേട്ടനെ ഞാനൊന്ന് കാണട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഏട്ടനെ കൊണ്ട് ഞാനൊന്ന് സത്യം പറയിപ്പിക്കും. അവളുടെ വീട്ടിലേക്ക് ആദ്യേട്ടനെയും കൊണ്ടുപോകും. പിന്നെ എല്ലാത്തിനും അവസാനമാണ്. എവിടേക്കാ? ഞാൻ പറഞ്ഞില്ലേ, ഏട്ടനോട് സംസാരിക്കാൻ, അവളുടെ മുമ്പിൽ വെച്ച് സത്യം പറയിക്കാൻ. വേണ്ട, ഇപ്പൊ വേണ്ട. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആദ്യേട്ടൻ സത്യം പറയില്ല. വെറുതെ നിങ്ങൾ തമ്മിൽ പ്രശ്നമാവും, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഐശ്വര്യ പറയുന്നേ? കുറച്ചുകൂടെ ക്ഷമിക്കുക. നമ്മുടെ കൺമുമ്പിൽ തന്നെ അവൾ വീണ്ടും വന്നു പെടും. കയ്യോടെ പിടിക്കാം, സത്യം തെളിയിക്കാം. അതാ ബുദ്ധി. ആ, കുറച്ചുകൂടി ക്ഷമിക്കാം. പക്ഷെ അവളെ, ആദ്യേട്ടന്റെ ജീവിതം തകർക്കാൻ ഒരുങ്ങുന്ന അവളെ കണ്ടുകിട്ടുന്ന അന്ന് ഈ അരുൺ ആരാന്ന് അവളും ആദ്യേട്ടനും അറിയും. ഐശ്വര്യ നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.